إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله، أوصيكم بما وصى الله به الأولين والآخرين، وقال تعالى: ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഏതൊരു കാര്യത്തിലും വിലയിരുത്തലുകൾ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. വിശിഷ്യ നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടി വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കണം. റമദാൻ നമ്മോട് വിട പറഞ്ഞു. ഈ ഒരു മാസക്കാലം മനസ്സും ശരീരവും റബ്ബിലേക്ക് തിരിച്ച് നമ്മുടെ കൈകൾ അവനിലേക്ക് ഉയർത്തി നമ്മുടെ നാവുകളിൽ റബ്ബിന്റെ കലാമും ദിക്റുകളും കൊണ്ട് നനവുള്ളതാക്കി നമ്മുടെ സ്വതക്കകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകി ഇനി ആ നന്മകളെല്ലാം അവസാനിപ്പിക്കണമോ, അതെല്ലാം വേണ്ടെന്ന് വെക്കണമോ? അതല്ല, ആ നേടിയ നന്മകളും മനസ്സിന്റെ വിശാലതയും അതുമായി ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവണമോ എന്ന് നാമാണ് വിലയിരുത്തുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. അൽ അമാലു ലാ തൻതഹി ബിൻതിഹാഇ മവാസിമിഹ. കർമ്മങ്ങൾ ഒരു സീസൺ കഴിയുമ്പോൾ അവസാനിക്കുന്നതല്ല. ഇന്നമൽ അമാൽ തൻതഹി ബിൻതിഹാഇൽ അജൽ. അവധി അവസാനിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് അവസാനിക്കുന്നതുവരെയും കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിൽ കർമ്മനിരതരായി ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നതുവരെയും ഇബാദത്തുകളിൽ മുന്നേറുക. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, യാ മൻ വഫാ റമദാന ഫി അഹ്സനി ഹാലിൻ. ഏറ്റവും നല്ല അവസ്ഥയിൽ റമദാനിന്റെ ബാധ്യതകൾ പൂർത്തീകരിച്ചവരെ, ലാ തതഗയ്യർ ബഅദഹു ഫി ശവ്വാൽ. അത് കഴിഞ്ഞ് ശവ്വാലിൽ നീ മാറിപ്പോവരുതൊരിക്കലും. നീ റമദാനിലുള്ള കടമ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ശവ്വാലിനോടും ഇനിയുള്ള നാളുകളിലുമൊക്കെ നിന്റെ റബ്ബിനോട് നിനക്ക് ബാധ്യതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ വിശ്വാസികൾക്ക് പ്രചോദനമേകണം. ഒരിക്കലും നമ്മുടെ അമലുകൾ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ, നബിയെ നിങ്ങൾക്കും സാധ്യമല്ലേ? ഇല്ല, സാധ്യമല്ല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി മിൻഹു വഫള്. അല്ലാഹുവിന്റെ ഫള് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, സ്വർഗം ലഭിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സദ്ദിദു വഖാരിബു. നിങ്ങൾ നേടിയെടുത്ത തഖ്വയും ആത്മാർത്ഥതയും ആ നന്മയുടെ പ്രയാണത്തിന് വേണ്ട ശക്തിയും ഊർജ്ജവുമെല്ലാം അത് ചോർന്നു പോകാതെ നേരെ ചൊവ്വേ മാർഗത്തിൽ മുന്നേറുക. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്,
അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഇഷ്ടം നിത്യമായി പതിവായി അമലുകൾ ചെയ്യുന്നവരെയാണ്. ഒരു സീസണൽ ഭക്തിക്കാരെയല്ല അള്ളാഹുവിന് ആവശ്യം. അള്ളാഹുവിന് ഇഷ്ടം അത് ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അസ്സൗമു ലൻ യൻതഹി, നോമ്പ് അവസാനിക്കുന്നില്ല. വൽ ഖുർആനു ലൻ യർഹൽ, വിശുദ്ധ ഖുർആൻ എവിടേക്കും പോയിട്ടില്ല. വൽ മസാജിദു ലൻ തുഗ്ലഖ്, മസ്ജിദുകളൊന്നും ബന്ധിക്കപ്പെട്ടിട്ടില്ല. വൽ അജ്റു ലൻ തൻഖതി, പ്രതിഫലങ്ങൾ സവാബുകൾ അത് മുറിഞ്ഞു പോയിട്ടില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റബ്ബിനോട് ദുആ ചെയ്യണം ആത്മാർത്ഥമായി സഹോദരങ്ങളെ, കർമ്മങ്ങൾ സ്വീകരിക്കാനും കർമ്മനിരതരായിക്കൊണ്ട് മുന്നോട്ടു പോകാനും. അതിന് തടസ്സമായിക്കൊണ്ടിരിക്കുന്ന ഏതെല്ലാം കാരണങ്ങളുണ്ടോ അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ ഇനിയുമുള്ള പരിശ്രമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിശാചിന്റെ പ്രലോഭനങ്ങളെ, പിശാചിന്റെ കെണിയിൽ ചെന്ന് വീഴാതെ. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിന്റെ ദീനിലേക്ക്, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കൂ. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. വിശ്വാസികളെ, നിങ്ങൾ പിശാചിന്റെ മാർഗം പിന്തുടരരുത്. അവൻ നിങ്ങളോട് മ്ലേച്ഛമായ മോശമായ കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. ശൈത്താനാണ് ഏറ്റവും വലിയ ശത്രു നമ്മുടെ. ഖാല ഫബിമാ അഗ്വൈതനി, അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന് നൽകിയ ശിക്ഷ, ഏറ്റവും നല്ല ഉന്നതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മലക്കുകളോടൊപ്പം സ്ഥാനം നൽകിയ ഇബ്ലീസിന് അവിടെ നിന്ന് പുറത്താക്കി അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചപ്പോ നമുക്കറിയാം. ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, പിശാച് ഉറപ്പിച്ചു പറഞ്ഞതാ, സത്യം ചെയ്തു പറഞ്ഞതാ, ഞാൻ ഈ സത്യവിശ്വാസികളായ ആളുകളുടെ മാർഗത്തിൽ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അവരുടെ മുൻഭാഗത്തുകൂടെ പിൻഭാഗത്തുകൂടെ, വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, വലതുഭാഗത്തും ഇടതുഭാഗത്തുമെല്ലാം ശൈത്താൻ മനുഷ്യന്റെ അടുക്കലേക്ക് വരും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അധികം ആളുകളെയും നന്ദിയുള്ളവരായിക്കൊണ്ട് നിനക്ക് കണ്ടെത്താൻ സാധ്യമല്ലെന്ന് അള്ളാഹുവിനോട് പ്രോമിസ് ചെയ്തവനാണ് ശൈത്താൻ ഇബ്ലീസ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ പിശാചിന്റെ കെണിയിൽ വീഴാതിരിക്കുക. പിശാചിന്റെ ആ കെട്ടുകളിൽ നിന്ന് മോചിതരായവരാണ് റമദാനിന്റെ ദിനരാത്രങ്ങളിൽ. ഒരിക്കലും തന്നെ ഇനി അതിലേക്ക് മടങ്ങുക എന്നത് നമുക്ക് സാധ്യമാവരുത്. എങ്കിൽ നമുക്ക് സമാധാനിക്കാം. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. നിരന്തരമായ ദുആയാണ്. കാന സലഫു യബ്കൂന സിത്തത അശ്ഹുരിൻ ബഅദ റമദാൻ യസ്അലൂന അല്ലാഹൽ ഖബൂൽ. മുൻഗാമികളൊക്കെ റമദാൻ കഴിഞ്ഞാലും 6 മാസക്കാലം റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും, റബ്ബേ കബൂൽ ചെയ്യണമേ എന്ന്. രണ്ടാമത്തെ വിഷയം സഹോദരങ്ങളെ, അള്ളാന്റെ തൗഫീഖാണ്. തൗഫീഖ് നമുക്ക് കിട്ടണം. അതുണ്ടെങ്കിൽ മാത്രമേ നന്മയിലും ഹിദായത്തിലും ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കർമ്മനിരതനാക്കും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യസ്തഅമിലുഹു, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ദൂതരെ കർമ്മനിരതനാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യുവഫ്ഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബലൽ മൗത്ത്. സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുള്ള തൗഫീഖ് അവന് കിട്ടും മരണത്തിന് മുമ്പായി. അതാണ് ഒരു ഹുസ്നുൽ ഖാത്തിമയാണ്, ഒരു നല്ല അന്ത്യമാണ്. ഏത് സമയത്ത് മരിച്ചാലും ഈമാനോടെ മുസ്ലിമായി മരിക്കാനുള്ള ആ ഒരു തൗഫീഖ് ലഭിക്കുക എന്നതാണ്. ദീനിൽ ഉറച്ചു നിന്ന് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, റബ്ബേ നിന്റെ ദീനിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണേ. ഏത് സമയത്തും തെറ്റിപ്പോകാവുന്നതാണ്. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ കൂടുതലായിക്കൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഏത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അവരൊക്കെ ചോദിക്കുന്നുണ്ട് റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആമന്നാ ബിക, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്. വജഅനാ ബിക, നിങ്ങൾ കൊണ്ടുവന്നതിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ കൈഫ തഖാഫ്, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് നബിയെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ ഖുലൂബ, മനുഷ്യന്മാരുടെ കൽബുകളുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതുപോലെ അവൻ തിരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്
പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതേപോലെ തന്നെ സൂറത്തു ആല ഇംറാനിലെ ദുആയുണ്ടല്ലോ, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബേ, ഹിദായത്തിലായതിനു ശേഷം, സന്മാർഗത്തിലായതിനു ശേഷം റമദാനിൽ ഞാൻ ഒരുപാട് ശീലങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് തിന്മകളെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, അതിൽ പൂർണ്ണമായി വിജയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലതും ഞാൻ കാണണ്ടെന്ന് വെച്ചു, കേൾക്കേണ്ടെന്ന് വെച്ചു, പലതും ഒഴിവാക്കിയിട്ട് ഒരുപാട് നന്മകൾ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവരുത്. അതുണ്ടാവാതിരിക്കാനാണ് ഈ പ്രാർത്ഥനകളൊക്കെ സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടത്. മരിക്കുമ്പോൾ ഏത് സമയത്ത് എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ, അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മിപ്പിച്ചത്. സൂറത്തു ആല ഇംറാനിലെ 102-ാമത്തെ ആയത്ത് എല്ലാ ജുമുഅകളിലും എല്ലാ ഖുതുബകളിലും വഅദുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താറുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്താണ് അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അയ്യുതഅ ഫലാ യുഅസ, അള്ളാഹിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കരുത്. വയുദ്കറ ഫലാ യുൻസ, അള്ളാഹിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ മറക്കരുത്. വയുഷ്കറ ഫലാ യുക്ഫർ, അള്ളാഹ് നൽകിയ നിഅമത്തുകൾ നിങ്ങൾ നന്ദി കാണിക്കുക, നന്ദികേട് നിങ്ങൾ കാണിക്കരുത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സഹോദരങ്ങളെ ഇബ്നു കസീർ റഹിമഹുല്ലാ കൊണ്ടുവന്നൊരു ഹദീസ് ഉണ്ട്. നരകത്തിലെ ഒരു മരമുണ്ട്, സഖൂം എന്നാണ് അതിന്റെ പേര്. അതിൽ നിന്നുള്ള ഒരു കഷ്ണമെങ്ങാനും ദുനിയാവിലേക്ക് വന്നാൽ ദുനിയാവ് മുഴുവനും കയ്പുള്ളതേറായിരിക്കും, കയ്പുള്ളതായി മാറും. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും ഇതുമാത്രം ഭക്ഷണമായി ലഭിക്കുന്ന നരകത്തിന്റെ അവസ്ഥ? അതുകൊണ്ട് ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പീസ് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞത് അള്ളാഹ് ഹറാമുകളെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ നരകത്തെയും നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്. നരകത്തെ നമ്മൾ പേടിക്കണം സഹോദരങ്ങളെ, അതിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി. തഖ്വ നമ്മൾ നേടിയെടുത്ത ആ ഒരു റമദാനിലെ നോമ്പ് കൊണ്ടും മറ്റു ഇബാദത്തുകൾ കൊണ്ടൊക്കെ ലക്ഷ്യമാക്കിയത് അതന്നെയല്ലേ, അത് തന്നെയല്ലേ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. എന്താ തഖ്വ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു പേടി. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു അവതരിപ്പിച്ച ഖുർആൻ കൊണ്ട് നമ്മൾ അമൽ ചെയ്യുക. വറിളാ ബിൽ ഖലീൽ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ഇവിടെ നിന്ന് മടങ്ങേണ്ടി വരും ഒരു നാൾ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി മടങ്ങേണ്ടി വരുമെന്നുള്ള ആ നാളിന് വേണ്ടി, ആ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ റെഡിയായിരിക്കുക. ഇതൊക്കെയാണ് തഖ്വ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരിക്കുന്ന സമയത്ത് അല്ലാമ നാസിർ സഅദി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്, ഹാഫിദു അലൽ ഇസ്ലാം ഫീ ഹാലി സിഹ്ഹതികും വസലാമതികും, ഇസ്ലാമിനെ, ഈ ഒരു ആദർശത്തെ, ഈ വിശ്വാസത്തെ, ഇതിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. നിങ്ങളുടെ സലാമത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ സന്ദർഭത്തിലും നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്തുമൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. ഫഇന്നൽ കരീമ ഖദ് അജ്റാ ആദതഹു അന്നഹു മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട്, ആ കരീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ആദത്തിൽപ്പെട്ടതാണ്, ഏതൊരാൾ ഏത് വിഷയത്തിലാണോ ഏത് കാര്യത്തിലാണോ ജീവിക്കുന്നത് അതിൽ തന്നെയായിരിക്കും മരിക്കുക. അന്നഹു മൻ മാത അലൈഹി ബുഇസ അലൈഹി, ഏതിലാണോ മരിക്കുന്നത് അതിൽ തന്നെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതുകൊണ്ട് ഫൽ ഇയാദു ബില്ലാഹ് വൽ ഖിലാഫു അലാ ദാലിക്, അതിനെതിരാകുന്നതിൽ നിന്ന് നമ്മൾ റബ്ബിനോട് രക്ഷ തേടണം. നമ്മൾ ഏതിലാ ജീവിക്കുന്നത് അതിൽ തന്നെയാണ് മരിക്കുക, ഏതിലാ മരിക്കുന്നത് അതിൽ തന്നെയായിരിക്കും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ചാൽ മാത്രമേ മുസ്ലിമായി മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ മാത്രമേ അതിൽ മരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസി അവൻ മൗത്തുൽ മുഅ്മിൻ ബിഅറഖിൽ ജബീൻ എന്ന, നെറ്റിത്തടം വിയർക്കുന്നവനായിക്കൊണ്ടാണ് അവൻ മരിക്കുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് നന്മകൾ തുടർത്തിക്കൊണ്ടേയിരിക്കുക, സമയം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. മനുഷ്യന്മാര്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഅഹും ലിന്നാസ്, അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരമുള്ള നന്മ ചെയ്യുന്നവരാണ്, നന്മയിൽ മുന്നേറുന്നവരാണ്.
വെറുതെ ഇരിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അമലുകൾ നമ്മൾ റമദാനിൽ ബിസിയായി, ഇബാദത്തുകളിൽ ബിസിയായി. അതേപോലെ തന്നെ ഇനിയും അങ്ങനെയാകുമ്പോൾ ജീവിതത്തിലെ ഒരു റാഹത്താണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യബ്ന ആദം, അല്ലയോ മനുഷ്യ, തഫറഗ് ലിഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക. അംല സദറക ഗിനൻ, നിന്റെ മനസ്സിൽ ഒരു ധന്യത, ഒരു ഐശ്വര്യം ഞാൻ ഇട്ടു തരുന്നതാണ്. വഅസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം, നിന്റെ ഇല്ലായ്മ ഞാൻ അടച്ചു കളയുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. വഇല്ലാ തഫ്അൽ, അത് ചെയ്യാൻ നിനക്ക് സമയമില്ല. റമദാനിൽ നമുക്ക് സമയമുണ്ടായി, അതേ സമയം തന്നെയാണ്, അതേ വിളികൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്, ഹയ്യ അലസ് സ്വലാ, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നൊക്കെ. ഇനി നമുക്കതിന് സമയമില്ല എങ്കിൽ മലഅതു യദൈക ശുഗ്ലൻ, നിന്നെ അല്ലാഹു ബിസിയാക്കും, നീ ബിസിയാകും. വലം അസുദ്ദ ഫഖറക, നീ എത്ര ഓടി നടന്നാലും നിന്റെ ദാരിദ്ര്യം തീരുകയില്ല. അതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്, ആഖിറമാണ്, സ്വർഗീയ ജീവിതമാണ്. അവിടേക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ സമയം കൂടുതലും നമ്മൾ ചെലവഴിക്കേണ്ടത്. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുക. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ഏതൊരാളുടെ ലക്ഷ്യം, ഉദ്ദേശം അത് ആഖിറമാണോ, ജഅലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാക്കി കൊടുക്കും, ബൈന യദൈഹി, അവന്റെ കൺമുന്നിൽ എല്ലാ കാര്യങ്ങളും ഈസിയാക്കി കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ തന്നെ അവന്റെ ദാരിദ്ര്യം ഇല്ലാതെയാക്കി കൊടുക്കും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅതതുഹു ദുനിയ ഫഹുവ റാഗിമ, ദുനിയാവിനോട് വലിയ താല്പര്യമില്ലെങ്കിലും ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടി അവൻ അല്ലാഹു നിറവേറ്റി കൊടുക്കുമെന്നാണ്. എന്നാൽ ഏതൊരാളുടെ വമൻ കാനത്തി ദുനിയ ഹമ്മഹു, ഏതൊരാളുടെ കാര്യം ദുനിയാവ് മാത്രമാണ് അവന്റെ ചിന്ത, ദുനിയാവിൽ നേടണം, ദുനിയാവിന്റെ കാര്യങ്ങൾ സമ്പാദിക്കണം, അതിന്റെ കാര്യങ്ങൾ മാത്രമാണ് എങ്കിൽ ഫറഖ അലൈഹി ശംലഹു, അവന്റെ കാര്യം ഒന്നും കൂട്ടിയാൽ കൂടുകയില്ല. വമാ യഅതീഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അല്ലാഹ് എന്താണോ കണക്കാക്കിയത് അതേ അവനിലേക്ക് എത്തുകയുള്ളൂ. നിസ്കരിക്കാൻ നേരല്ല, ഖുർആൻ ഓതാൻ സമയമില്ല, ഒരു നന്മക്കും കേൾക്കാനും പഠിക്കാനും അറിയാനും ഒന്നും സമയമില്ലാതെ അവന് ദുനിയാവ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എത്ര ഓടി നടന്നാലും അല്ലാഹ് എത്രയാണോ കണക്കാക്കിയത് അതേ പോക്കറ്റിലേക്ക് വരൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കണക്കാക്കിയിട്ടുണ്ട്. അല്ലാഹ് ഖദാ ഖദർ നിർവഹിച്ച് വിധിച്ച് നിർണയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മൻ കാന യുരീദു ഹർസൽ ആഖിറ, ആഖിറത്തിന്റെ കൃഷിയാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് എങ്കിൽ നസിദ് ലഹു ഫി ഹർസിഹി, അവന്റെ കൃഷിയിൽ അല്ലാഹു വർധനവുണ്ടാക്കും. എന്നാൽ വമൻ കാന ഹർസദ് ദുനിയ, ദുനിയാവിന്റെ കൃഷിയാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ നുഅതിഹി മിൻഹ, അതിൽ നിന്ന് അല്ലാഹു കൊടുക്കുന്നതാണ്, ദുനിയാവും വേണ്ടത്ര കൊടുക്കും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിൽ ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല. അങ്ങനെയല്ല, നമുക്ക് രണ്ടും വേണം, ദുനിയാവിലും ആഖിറത്തിലും ഖൈറാകണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണേ, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ. അതാണ് ഏറ്റവും അർത്ഥവത്തായ ഒരു പ്രാർത്ഥന. ദുനിയാവിന്റെ എല്ലാ ഹസനത്തും കിട്ടണം, ആഖിറത്തിലും നന്മകൾ നമുക്ക് കിട്ടണം. അതും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക സഹോദരങ്ങളെ. അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ടുള്ള ഒരു വിഷയം, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക. എല്ലാ ഇബാദത്തുകളും അതിനു വേണ്ടിയാണല്ലോ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലി വലാ തക്ഫുറൂൻ, അള്ളാഹനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹ് നിങ്ങളെയും ഓർക്കും. അള്ളാഹിനോട് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾ നമ്മൾ മറന്നുപോകാതിരിക്കുക. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അല്ലാഹനെ മറന്നുപോയ ആളുകൾ. റമദാനിന്റെ ദിനരാത്രങ്ങളിൽ മസ്ജിദുകൾ ഫുള്ളായിരുന്നെങ്കിൽ പിന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവൻ അല്ലാഹുവിനെ മറക്കാൻ സാധിക്കുന്നത്? റമദാനിൽ അവനെ വീക്ഷിച്ച, അവന്റെ കർമ്മങ്ങളെല്ലാം നോക്കിക്കണ്ട അതേ റബ്ബ് തന്നെയല്ലേ സഹോദരങ്ങളെ ഇനിയുള്ള നാളുകളിലും നമ്മൾ നോക്കുന്നത്. ആ സിഹത്ത് നൽകിയ, ആ ആഫിയത്ത് നൽകിയ, എല്ലാ തൗഫീഖും നമുക്ക് നൽകിയ ആ റബ്ബ് തന്നെയല്ലേ ഇനിയുള്ള നാളുകളിൽ നമുക്ക് അനുഗ്രഹം നൽകുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ റബ്ബിനെ വഞ്ചിക്കാൻ സാധിക്കും? റബ്ബിനോട് നന്ദികേട് കാണിക്കാൻ സാധിക്കും? ഇല്ല. ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, ഈമാനുള്ള, അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അവന് മാറാൻ സാധ്യമല്ല. അവൻ ആ ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുകയില്ല. അത് മസ്ജിദിൽ വന്ന് തന്നെ അത് കിട്ടണം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ സഹോദരങ്ങളെ. ഏതൊരാൾ മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ,
ജമാഅത്തായി ഇശാ നമസ്കാരം ഒരാൾ നമസ്കരിച്ചാൽ ഫകഅന്നമാ നിസ്ഫൽ ലൈൽ, അവൻ രാത്രിയുടെ പകുതി നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, സുബഹി നിസ്കാരം ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചാൽ ഫകഅന്നമാ സല്ല ലൈല കുല്ലഹു, രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ അത് ഇനിയും നമ്മൾ തുടർത്തിക്കൊണ്ടുപോകണം, അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ നോമ്പുകളും. മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ, റമളാനിൽ നോമ്പ് പിടിച്ചു, അതിൽ പിന്നെ ശവ്വാലിൽ 6 നോമ്പ് ഒരാൾ എടുത്താൽ ഒരു വർഷക്കാലം നോമ്പ് പിടിച്ചവനെ പോലെയാണ്. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? റമളാനിലെ 30 നോമ്പുകൾക്ക് 300 പ്രതിഫലം, 300 ദിവസം നോമ്പെടുത്ത പ്രതിഫലം, പിന്നെ ഒരു 60 ഒരു വർഷക്കാലം നോമ്പെടുത്ത. ഉലമാക്കളൊക്കെ പറയുന്നത് കാണാം, സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് ഏറ്റവും അൽ ഔല വൽ അഹ്വത്ത്, ഏറ്റവും സൂക്ഷ്മതക്കും ഏറ്റവും ശ്രേഷ്ഠമായതും എന്താണ്? അന്തസൂമൽ മർഅ, ഒരു പെണ്ണ് നോമ്പെടുക്കലാണ്. അവൾ ഖളാ ചെയ്യാനുള്ള നോമ്പ് ആദ്യം വീട്ടലാണ്, എന്നിട്ടാണ് സുന്നത്തായ അവൾക്ക് പിന്നെ ശവ്വാലിലെ നോമ്പ്. ഏറ്റവും അഫ്ദലായത്, ശ്രേഷ്ഠമായത്. എന്നാൽ സമയമുണ്ട്, അടുത്ത റമദാൻ വരെയും പിന്നെയും നോറ്റുകൂട്ടാവുന്നതാണ്. ഏറ്റവും അഹക്കായിട്ടുള്ളത് എന്താണ്? ഫറളാണ് നോറ്റുകൂട്ടാൻ ഏറ്റവും ബാധ്യതയുള്ളത് എന്നതുകൂടി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് എങ്ങനെ ഈ റമദാൻ കഴിഞ്ഞ് തുടർച്ചയായിക്കൊണ്ടെടുക്കുക, അതല്ലെങ്കിൽ ഈ ശവ്വാൽ മാസത്തിൽ മിഡിലെടുക്കുക, അവസാനത്തിലെടുക്കുക, ഇടവിട്ടുകൊണ്ട് ഏത് ദിവസങ്ങളിലായിരുന്നാലും 6 ദിവസം കൂടി എടുത്താൽ ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റു നാളുകളിലൊക്കെ സ്വർഗത്തിന്റെ കവാടങ്ങൾ റമദാനിൽ തുറക്കപ്പെട്ടതായിരുന്നു. റമദാനിൽ മാത്രമാണോ? അല്ല, റമദാനിൽ മാത്രമല്ല സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്ത എല്ലാ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലാ റജുലൻ കാന ബൈനഹു വബൈന അഖീഹി ശഹ്നാ, വേറൊരാൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. എന്താ കാരണം? അയാൾക്കും അയാളുടെ സഹോദരനുമിടയിൽ പകയാണ്, വിദ്വേഷമാണ്. അയാളെ വിഷയത്തിൽ പറയും, അവരുടെ രണ്ടുപേരുടെയും അൻദിറു ഹദൈനി ഹത്താ യസ്തലിഹ, എന്റെ വിഷയം അവിടെ വെക്കൂ, അവന് പുറത്തു കൊടുക്കാൻ വരട്ടെ. അവർ രണ്ടുപേരും അവരുടെ തെറ്റും അവരുടെ വിദ്വേഷവും പകയും അതെല്ലാം മാറ്റിവെച്ച് മനസ്സ് വിശാലമാക്കി അവർ ഒന്നാവട്ടെ. അതുവരെ പുറത്തു കൊടുക്കുകയില്ല. സഹോദരങ്ങളെ, അത് പ്രധാനമാണ്. അതെ, നമ്മൾ വിചാരിക്കേണ്ടതില്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന കൈകൾ കൊണ്ട് നമ്മുടെ പുറത്തെ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കാൻ സാധിക്കുകയുള്ളൂ. കൽബിലെ മാലിന്യം നീക്കാൻ നമ്മൾ തന്നെ ഹയാത്തിലുള്ള കാലത്ത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ആരുമായാണോ പകയുള്ളത്, വിദ്വേഷമുള്ളത്, അത് ഇത്രയും നാളുകളിലും മാറ്റാൻ സാധിച്ചിട്ടില്ല. ഇനിയും നമ്മളത് തുറന്നു കൊണ്ടുപോയാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ ആ മഗ്ഫിറത്തെ തടയപ്പെട്ടവരായി മാറും എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക. സാധിക്കുന്ന ആളുകളൊക്കെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് പിടിക്കാവുന്നതാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് തടയപ്പെടാൻ കാരണം ഒന്ന്, ശിർക്ക് ജീവിതത്തിൽ വന്നുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ കർമ്മങ്ങളും നമുക്കറിയാം എല്ലാം ബാത്തിലായി പോകും. അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം അള്ളയല്ലാത്തവരെ വിളിച്ചാൽ, അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളയല്ലാത്തവരെ കൊടുത്താൽ, അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടതിന് പകരം വേറെന്തെങ്കിലും പിന്നെ ദർഗയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഖബറിന് മുമ്പിലോ ഒക്കെ പോയിട്ട് സുജൂദ് ചെയ്ത് സങ്കടങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയി എന്ന ഗൗരവമായ വിഷയവും, ജനങ്ങളുമായുള്ള ബന്ധങ്ങൾ ഏറെ നന്നാക്കി ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് ജനങ്ങളോട് പകയില്ലാതെ വിദ്വേഷമില്ലാതെ ഒരു വിശാലമായ മനസ്സിനുടമകളായിക്കൊണ്ട് സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, ആർദ്രതയുടെ, കാരുണ്യത്തിന്റെ ഒരു മനസ്സിനുടമകളാകാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അതിലൂടെയാണ് ഖൈറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് ആ ഒരു വിശാലത നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ല, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മനസ്സിന് വിശാലത നൽകി. നമ്മുടെ സ്വഭാവം കൂടി അതും മാറാനുള്ളതല്ല. റമദാനിൽ കൺട്രോൾ ചെയ്തതൊക്കെ റമദാൻ കഴിഞ്ഞതോടുകൂടി എല്ലാം അഴിച്ചുവിടാനല്ല. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നബിയെ നിങ്ങൾ ജനങ്ങളോട് വളരെ സോഫ്റ്റായി സംസാരിക്കുന്നത്, ഇടപഴകുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക്, നിങ്ങളൊരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയമാണെങ്കിൽ ആളുകൾ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതാണ്. ആളുകളോട് ബന്ധമില്ലാതെ, ചിരിക്കാതെ, കണ്ടാൽ സലാം പറയാതെ, അങ്ങനെയൊക്കെ നിങ്ങൾ പരുഷ സ്വഭാവികളാണോ ആളുകൾ നിങ്ങളിൽ നിന്ന് ദൂരെ പോകും. എന്നാലോ
നിങ്ങൾ മനസ്സ് സോഫ്റ്റുള്ള അനുകമ്പയുള്ള ആളുകളോട് ആർദ്രതയും കാരുണ്യവുമൊക്കെയുള്ള മനസ്സുകളാണോ എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും ബറക്കത്തും കിട്ടും. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ ദിക്ർ ചെയ്യുന്ന കാര്യം നമ്മൾ എവിടെയായിരുന്നാലും മറന്നു പോകരുത്. വമൻ യഇശ് അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താന. അള്ളാഹനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ പിന്നെ ശൈത്താന്റെ കൂട്ടാളികളാകും അവനുണ്ടാവും. ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ അശദ്ദു ഉഖൂബത്തിൻ ഫി ദുനിയ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ദുനിയാവിലെ വലിയ ശിക്ഷ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യുംസികല്ലാഹു ലിസാനക അൻ ദിക്രില്ലാ, അല്ലാഹനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് നിന്റെ നാവിനെ അല്ലാഹു പിടിച്ചു വെക്കലാണ്. വിശ്വാസികൾ അവന്റെ നാവ് എപ്പോഴും നനവുള്ളതായിരിക്കണം അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്. വിശ്വാസികൾക്ക് പള്ളിയിൽ കയറുമ്പോൾ ദുആ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ എവിടെയും അള്ളാഹുവിനെ അവൻ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ സന്മാർഗത്തിൽ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ഈ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ശൈത്താന്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് നിരന്തരമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിനെ നമ്മൾ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ واستغفر الله لي ولكم ولسائر المسلمين من كل ذنب الا فاستغفروا انه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, ശക്തമായ ചൂടാണ്, സഹിക്കാൻ സാധ്യമല്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൗതികമായ എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും എല്ലാ വിഷയത്തിൽ. ഇദശ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ചൂട് കഠിനമായ നിങ്ങൾ നമസ്കാരം കുറച്ചൊന്ന് തണുപ്പിക്കുക. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ ചൂടിന്റെ കാഠിന്യം അത് നരകത്തിന്റെ ജ്വാലയിൽ നിന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും ഇത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അ, നരകത്തിന്റെ തീയിന്റെ 70-ൽ ഒരു പാർട്ട് മാത്രമാണ് നിങ്ങൾ ദുനിയാവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തീ എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. തീ പോയിട്ട് ഈ വെയില് കിലോമീറ്ററുകളോളം ദൂരെയുള്ള സൂര്യന്റെ ഈ ഒരു ചൂട് സഹിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ സഹോദരങ്ങളെ, നരകത്തീ എങ്ങനെ സഹിക്കാൻ സാധ്യമാകും? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വ മുഖാമ. സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞില്ലേ, ഒരിക്കലും അവിടെ എത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കരുത്. നരകത്തിലേക്ക് അത് വിശ്വാസികൾക്ക് ആലോചിക്കാൻ കൂടി വയ്യാത്ത ഒരു കാര്യമാണ്, സഹിക്കാൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുള്ള സമയത്ത് മഴ വേണം, അള്ളാഹിന്റെ റഹ്മത്തിന് വേണ്ടി തേടണം ആത്മാർത്ഥമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അല്ലാഹുമ്മ അഗീസ്നാ അല്ലാഹുമ്മ അഗീസ്നാ ഗൈസൻ മുഈസ, റബ്ബേ ഞങ്ങൾക്ക് മഴ നൽകണേ. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്ഉ വസിബിയത്തുൻ ലിൽ യതാമാ റുദ്ഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്ഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ഒരു ശായിർ, ഒരു കവി പറഞ്ഞതാ, എന്താ? പ്രായം ചെന്ന ആളുകളൊക്കെ റബ്ബിനെ റുക്കൂ ചെയ്ത് റബ്ബിനെ ഓർത്ത് മസ്ജിദുകളിലും വീടുകളിലുമായിക്കൊണ്ട് റബ്ബിനെ സ്മരിച്ച് നിസ്കാരത്തിൽ കഴിയുന്ന ഉമ്മമാര് വാപ്പമാരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഒരുപാട് യതീമുകള്, അതെ യതീമുകളായ മക്കൾ, മുലകുടിക്കുന്ന ചെറിയ മക്കളില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ നാൽക്കാലികളായ കുറെ നാൽക്കാലികള്, മേഞ്ഞു നടക്കുന്ന നാൽക്കാലികള്, അവയൊന്നും ഇല്ലായിരുന്നെങ്കിൽ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങളുടെ മേൽ ഇറങ്ങുമായിരുന്നു. ഒരിക്കലും നന്ദി കെട്ടവരായാതിരിക്കാനും റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ തേടുക. സഹോദരങ്ങളെ, മനുഷ്യന്മാര് കരുണയാണ് മനുഷ്യന്റെ മനസ്സിൽ വേണ്ടത്, സൃഷ്ടികളോട് എല്ലാവരോടും. ഇപ്പൊ വെയിലൊക്കെ ശക്തമായ വെയിലുണ്ടാകുമ്പോൾ ഒരു പാത്രത്തിലൊക്കെ വെള്ളം വെക്കുക, പക്ഷികളോ പറവകളും അതുപോലെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ ആ ഒരു കാരുണ്യത്തിന്റെ മനസ്സ് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് കാണാം. ഒരാൾ ദാഹിച്ച് വലഞ്ഞ് യാത്ര ചെയ്യുമ്പോ അയാള് ഒരു കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു. അങ്ങനെ പോകുമ്പോ അതാ ഒരു നായ ദാഹിച്ചിങ്ങനെ മണ്ണിങ്ങനെ നക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് തോന്നി, എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെയല്ലേ ഇതുണ്ടായത്. അയാൾ കിണറിലിറങ്ങി
തന്റെ ഷൂവിൽ വെള്ളം നിറച്ച് കടിച്ചു പിടിച്ച് കയറി അതിന് ഫസഖാ കൽബൻ, ആ നായക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. ഫയഗ്ഫിറുല്ലാഹു ലഹു, അല്ലാഹു അയാൾക്ക് മാപ്പ് കൊടുത്തു. അദ്ഖലഹുല്ലാഹുൽ ജന്ന എന്നും അയാളെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിച്ചു എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഈ സംഭവം പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, ഫിൽ ബഹാഇമി അജ്റൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഈ മിണ്ടാപ്രാണികൾക്ക് കൊടുത്താലും അതിന് പ്രതിഫലമുണ്ടോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫീ കുല്ലി ദാതി കബദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള എന്തിനോട് നിങ്ങൾ കരുണ കാണിച്ചാലും അതിന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് സവാബുണ്ട്, പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമ്മൾ നിസ്സാരമാകരുത്. ജോലിയിൽ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ അവർക്കൊക്കെ ഒരു ആശ്വാസം നൽകുക, ശക്തമായ ചൂടുള്ള സമയത്ത് കുറച്ച് ആശ്വാസം നൽകുക, അതൊക്കെ നമ്മുടെ കൽബിന്റെ റഹ്മത്തിൽപ്പെട്ടതാ. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. അപ്പൊ ആ കാരുണ്യത്തിന്റെ ഒരു മനസ്സ്, വിശാലമായ ഒരു മനസ്സ്, അതൊക്കെ സഹോദരങ്ങളെ നമുക്കുണ്ടാവണം. ശക്തമായ ചൂടുണ്ടാവുമ്പോൾ പുറത്തിറങ്ങുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മറ്റൊന്ന്, പല ആളുകളും പല പ്രയാസത്തിലും വിഷമത്തിലുമായിക്കൊണ്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സ് റമദാനിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാവണം. എല്ലാ നന്മയിലും അതാണ് അഹബ്ബുന്നാസ് ഇലല്ലാഹ് അൻഫഅഹും ലിന്നാസ്. ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകൾ, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ജനങ്ങൾക്ക് ഉപകാരമുള്ളവരാവുക, ജനങ്ങൾക്ക് ഒരു നന്മയും ചെയ്യാത്തവരാവരുത്. നമ്മൾ നന്മയുടെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിം ഉമ്മത്തിന് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏതൊരാൾക്കും പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന ആളുകളുടെ സഹായികളായി, അല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖി, നമ്മളൊരാളെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹ് നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് വിശാലമായ ഒരു മനസ്സ്. ഇപ്പോ ഒരു സഹോദരൻ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാരണം, ഒരു പ്രത്യേകമായി കൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ സംഭവിച്ച ഒരു കാര്യം, അതിന്റെ പേരിൽ അദ്ദേഹം വധശിക്ഷക്ക് കാത്തു നിൽക്കുന്നു. 34 കോടി അതിനുവേണ്ടി കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പലരും ഇറങ്ങിയിട്ട് അതിനുവേണ്ടി 10-20 കോടിയോളം ആയിട്ടുണ്ട്. സാധിക്കുന്നത്ര കൊടുക്കുക, സഹായിക്കുക, ഒരു ജീവൻ രക്ഷിക്കാൻ. ഒരു ജീവൻ രക്ഷിച്ചാൽ, നിരപരാധിയാണെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചവരെ പോലെയാണ്. നന്മയിൽ സഹകരിക്കുക. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മക്ക് എന്തെങ്കിലും കൊടുത്താൽ, ആ നല്ല നിയത്തിൽ കൊടുത്താൽ അത് നമുക്കുണ്ടാവും. എന്നാൽ ജനങ്ങൾക്ക് ഉപദ്രവമുള്ള, ജനങ്ങളെ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾക്കല്ല നമ്മുടെ സമ്പത്തും ആരോഗ്യവും സമയവും ചെലവഴിക്കേണ്ടത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള നന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക്. അതല്ലാതെ നമ്മൾ ആളുകളുടെ എത്രയോ ചെറുപ്പക്കാരും മറ്റുമൊക്കെ എന്താ അനാവശ്യമായിക്കൊണ്ട് കുറെ ഫ്ലക്സ് വെച്ചിട്ട് ഫുട്ബോളിനും മറ്റു ഇതൊക്കെ ഒരു ഫായതയുമില്ല, അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കുറെ പണം ചെലവഴിക്കുന്നു. അങ്ങനെയല്ല, ജനങ്ങൾക്ക് ഉപകാരമുള്ള, പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ സഹായിക്കാൻ നമ്മൾ മുന്നിൽ നിൽക്കണം. അങ്ങനെയൊക്കെയുള്ള വിശാലമായ മനസ്സിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മയുടെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന വീഴ്ചകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. റമദാനിലും മറ്റും നമ്മൾ ചെയ്ത ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗ്ഗത്തിലേക്ക്, ഒരു വിഭാഗത്തെ നരകത്തിലേക്കും അയക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും മക്കളിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ജീവിക്കാനും അതിൽ മരിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ربنا توفنا مسلمين والحقنا بالصالحين. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم اجعل قبور موتانا روضة من رياض الجنان. اللهم لا تجعل قبور موتانا حفرة من حفر النيران. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.